എന്താ ഇത്? ഒരു കല്യാണം അങ്ങ് കഴിച്ചു. പെട്ടെന്നായിരുന്നു, അറിയിക്കാൻ പറ്റിയില്ല പെങ്ങളെ. എന്റെ പെങ്ങളാ കലാവതി, ശ്യാമള. ദാ ആ നിൽക്കുന്നത് അവളുടെ ഭർത്താവ് സോമനാഥൻ. ദാ ആ നിൽക്കുന്നത് ചത്തുപോയ അവളുടെ ആങ്ങളെയും ഭാര്യയും. ദാ ആ നിൽക്കുന്നതും കയ്യിലിരിക്കുന്നതുമാ എന്റെ 5 പെമ്മക്കൾ. എന്ത് ചെയ്യാനാ, എത്ര പറഞ്ഞാലും അവള് പെണ്ണിനെ പിറത്തുള്ളായിരുന്നു. പിള്ളേരെ, ദാ ഇനി ഇതാണ് നിങ്ങളുടെ അമ്മ. അല്ല, ഞങ്ങൾക്ക് ഒരമ്മേ ഉള്ളൂ. ചത്തുപോയവരെ കുറിച്ച് ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അമ്മ ഞങ്ങളുടെ ഒക്കെ മനസ്സിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇങ്ങനെയൊന്നും പറയില്ല അച്ഛാ. അഹങ്കാരികളാണല്ലോ ചന്ദ്ര. മെരുക്കിയെടുക്കണം. എന്റെ പെങ്ങളെ മരിച്ചിട്ട് 1 മാസം തികഞ്ഞില്ലല്ലോ ചന്ദ്രസേന. അതിനു മുമ്പ് തന്നെ നീ? അയ്യോ, ഇത് പണ്ടേ ഉള്ള ബന്ധുവാ. ഇപ്പോഴാ കെട്ടുകല്യാണം നടത്താനുള്ള അവസരം കിട്ടിയത്. എനിക്ക് ഒരാൺകുഞ്ഞിനെ തരാൻ ഇവൾക്ക് കഴിയുവളിയാ, അതുകൊണ്ട് കെട്ടിയതാ. അറിഞ്ഞു, സകലതും അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ വന്നത്. നിന്നെ ഒന്ന് ഒതുക്കത്തി കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നടാ ഞാൻ. കൊള്ളാടാ ചന്ദ്രസേന, ഭാഗ്യം ചെയ്ത ജന്മോ നിന്റെ. കെട്ടിയോളൂ മരിച്ചെങ്കിലെന്താ, കട്ടിലൊഴിയുന്നില്ലല്ലോ. അതും ദാ ഇതുപോലൊരു മുതല്. മാന്യമായിട്ട് സംസാരിക്കണോ? എല്ലില്ലാത്ത നാവ് വെച്ച് ചുമ്മാ ആടാൻ നിക്കല്ലേ. ഞാൻ ആടും പാടും. എന്റെ കാശ് പലിശ സഹിതം കിട്ടിയില്ലെങ്കിൽ ഇവന്റെ ഈ 2ാം കെട്ടിലും അഴിഞ്ഞാടും വാസു. കാശ് തരാനുണ്ടെന്നുള്ളത് നേരാ, അത് ഞാൻ തന്നിരിക്കും. ഇനി അങ്ങനെ കാത്തിരിക്കാൻ പറ്റില്ല ചന്ദ്രസേന. ഇന്നെനിക്ക് പണം കിട്ടണം. ഈ നിമിഷം. ഇപ്പൊ തൽക്കാലം എന്റെ കയ്യിൽ കാശില്ല. എനിക്ക് ഒരവധി വേണം. നടക്കില്ല ചന്ദ്രസേന. പലിശയും പലിശയുടെ പലിശയായിട്ട് 10-14 ലക്ഷം രൂപയായി. പലിശയെങ്കിലും കിട്ടാതെ ഇന്ന് ഞാനിവിടുന്ന് പോവില്ല.